ഹലോ, അസ്സാം വലൈക്കും, ഗുഡ് ഡേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ഗോ ലൈവ് ചലഞ്ച് ഡേ 18. ഓക്കെ, ഇന്ന് ഞാനൊരു പാർട്ടിക്ക് പോവാണ്. അതൊക്കെയാണ് ഇതൊക്കെയായിട്ടുള്ളത്. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഹെഡ്ഫോണിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഡേ 18 ചലഞ്ച്. ഇന്ന് ഞാൻ മോളെ ഡ്രസ്സ് അയൺ ചെയ്യാൻ പോവായിരുന്നു. അപ്പോൾ ഒരു ടിപ്പ്, എനിക്കറിയാവുന്ന ഒരു ടിപ്പ്, പലർക്കും അറിയില്ല എന്ന് എനിക്കറിയാം, അത് ഞാനൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോട്ട് ടിപ്പ് ഓൺ ഹോട്ട് അയൺസ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം എല്ലാവർക്കും ഉള്ളതാണല്ലോ, ഈ അയൺ ടേബിൾ, അയൺ ചെയ്യാവുന്ന ടേബിൾ. അതിൻ്റെ പേരെന്താണെന്ന് മറന്നുപോയി. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ എന്നുള്ളത് ഇപ്പം അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അയൺ ചെയ്യുന്ന നേരം, നമ്മളിപ്പം ഈ ഭാഗം അയൺ ചെയ്യുന്ന നേരം ഈ ഭാഗത്ത് റിങ്കിൾസ് വരും, ഈ ഭാഗത്ത് ചെയ്യുന്ന നേരം ഈ ഭാഗത്ത് റിങ്കിൾസ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. അത് മറ്റേ ടീഷർട്ടിന് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്, പലതിനും ഉപയോഗിക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഭാഗം റിങ്കിൾ വരില്ല. നല്ല ടിപ്പല്ലേ? അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ചെറിയ കുട്ടി ലൈവാണ്. ഞങ്ങൾ ഒരു പാർട്ടിക്ക് പോവാണ് ഇപ്പോൾ ഉച്ചക്ക്. പിന്നെ ഫാമിലി ഫ്രണ്ട്സ് ഗാദറിങ് ഞങ്ങൾ ഏകദേശം എല്ലാ മാസവും കൂടാറുണ്ട്. ഞങ്ങളിവിടെ കാനഡ വന്ന സമയം മുതൽ കൂടുന്നതാണ്. ഇപ്പം 25 വർഷത്തോളമായി ഇങ്ങനെ എല്ലാ മാസവും കൂടുന്നത്. കുട്ടികളെല്ലാം ഒരുമിച്ച് വളർന്ന കുട്ടികളാണ്. അവരൊക്കെ ആയിരുന്നു എൻ്റെ മോളെ ബ്രൈഡ് മെയ്ഡ്സും ഗ്രൂംസും ബ്രൈഡ് മെനുവലായിട്ട് നിന്നത്. അപ്പം പിള്ളേരെല്ലാം ഫുൾ ഫാമിലി പോലത്തെ ഒരിതാണ്. ചില ആൾക്കാരൊക്കെ 25 വർഷമല്ല, ഞങ്ങൾക്ക് അതിന് മുമ്പ് ഞങ്ങൾ മലേഷ്യ ആയിരുന്നപ്പോൾ മുതൽ ഞങ്ങളുടെ കൂടെ അവിടെയും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 28-30 വർഷമായിട്ട് കൂടെയുള്ള ഫ്രണ്ട്സുകളാണ്. നമുക്ക് ഏത് സമയത്തും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫോൺ കോളിൻ്റെ ഇതിലേ ഉള്ളൂ, ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതന്നെ, ദൂരം നമ്മൾ നിൽക്കുന്നവരെ, നമ്മുടെ റിയൽ ഫാമിലി ഇല്ലാത്തവരെ, ഇവരൊക്കെയാണ് നമ്മുടെ ഫാമിലി ആയിട്ടുള്ളത്. അപ്പം ഞാൻ ടിപ്പ് പറഞ്ഞു. പിന്നെ അതാണ്, ഇങ്ങനെയാണ് ഇടുന്നത്. ഞാൻ ഗോ ലൈവ് കൂട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഗോ ലൈവ് കഴിഞ്ഞു. ഞാനെപ്പം പറയുന്നത് പോലെ ഞാൻ ബിസിനസ്സിനെ പറ്റിയിട്ട് പറയുന്നു. ഞാൻ ഈ ഗോ ലൈവ് തുടങ്ങിയിരിക്കുന്നത് ഈ ബിസിനസ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗോ ലൈവ് തുടങ്ങിയത് എൻ്റെ ഒരു ചലഞ്ചായിട്ടാണ്. എൻ്റെ ഒന്ന് പേഴ്സണാലിറ്റി കൂട്ടുവാനും എല്ലാം തന്നെയായിരിക്കും. ഒരു ബിസിനസ്സിനുള്ള എൻ്റെ കോച്ചിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അല്ല, ചലഞ്ചാണ്, ടീമിന് ചലഞ്ചാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ ഗോ ലൈവ് കഴിഞ്ഞു. അപ്പം നാളത്തെ ഗോ ലൈവിൽ കാണാം, ഡേ 19 ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് സൺഡേ, എല്ലാവരും അടിച്ചു പൊളിക്കുക. ഓക്കെ, താങ്ക് യു.